ഒരു സാധനം, ഒരു ഓറഞ്ചിന്റെ കോസ്റ്റ് പ്രൈസും ഒരു ഓറഞ്ചിന്റെ സെല്ലിംഗ് പ്രൈസും ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. nth ടേം എന്ന് പറഞ്ഞാൽ a plus n minus 1 into d. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. UGC നെറ്റിന്റെ ജനറൽ പേപ്പറിലെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. First question. A person buys a mobile phone from a shop for rupees 7,800. The shopkeeper makes a profit of 20% at the cost price. What is the cost price of the mobile phone? ഒരാള് ഒരു മൊബൈൽ ഫോൺ 7,800 റുപ്പീസിന് മേടിച്ചു. അത് മേടിച്ചപ്പോൾ ഷോപ്പ് കീപ്പർ എന്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയ 20% അറ്റ് ദ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിന്റെ 20% അയാൾക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടി. വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ മൊബൈൽ ഫോൺ? മൊബൈൽ ഫോണിന്റെ കോസ്റ്റ് പ്രൈസ് എന്താണ്? അപ്പൊ നമുക്ക് മൊബൈൽ ഫോണിന്റെ കോസ്റ്റ് പ്രൈസ് എക്സ് ആയിട്ട് അസ്യൂം ചെയ്യാം അല്ലെ. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കിട്ടിയ പ്രോഫിറ്റ് എത്ര? 20% അറ്റ് ദ കോസ്റ്റ് പ്രൈസ്. അതായത് കോസ്റ്റ് പ്രൈസിന്റെ 20% എത്രയാണോ അത്രയും അയാൾക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടി. 20% ഓഫ് പ്രോഫിറ്റ്. ഇനി ഇയാളുടെ സെല്ലിംഗ് പ്രൈസ് എന്താ? അതായത് ഷോപ്പ് കീപ്പറിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന രീതിയിൽ ആലോചിക്കുക. ഇവിടെ തുടക്കം പറയുന്ന ഒരു പേഴ്സൺ ബൈസ്, അല്ലെ ഒരാള് 7,800 റുപ്പീസിന് അത് മേടിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഷോപ്പ് കീപ്പർ അത് 7,800 റുപ്പീസിന് വിറ്റു എന്നാണല്ലോ. അപ്പൊ ആ സെല്ലിംഗ് പ്രൈസ് എന്താണ്? 7,800. അപ്പൊ നമുക്ക് ഇക്വേഷൻ പോലെ എഴുതിയാൽ കോസ്റ്റ് പ്രൈസ് എക്സ്, ഇതിന്റെ കൂടെ അയാളുടെ പ്രോഫിറ്റ് ഉണ്ട്. അതായത് കോസ്റ്റ് പ്രൈസിന്റെ കൂടെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുന്നല്ലേ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ് പ്ലസ് 20% ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് എന്ത്? 7,800. സോൾവ് ചെയ്താൽ പോരായോ? ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എക്സ് കിട്ടത്തില്ലേ? സോൾവ് ചെയ്തേ. x plus 20 by 100 x. 120 by 100 x equal to 7800. So x will be equal to 7800 into 100 by 120. കട്ട് ചെയ്യാം. 2 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 5, ഇവിടെ 6, 1 3. It is 1300 into 5. 15,6,500 rupees. കോസ്റ്റ് പ്രൈസ് എന്ത് കിട്ടും? 6,500 rupees. അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കുക. ഇപ്പൊ 20% ഓഫ് സെല്ലിംഗ് പ്രൈസും 20% ഇൻക്രീസ് ഒന്നും അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണെന്ന് ക്ലിയർ ആയിരിക്കണം. അപ്പൊ ഇവിടെ പറയുന്നത് കോസ്റ്റ് പ്രൈസിന്റെ 20% അയക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടി. സോ പ്രോഫിറ്റ് 20% ഓഫ് എക്സ്. നമ്മൾ എക്സ് എന്ന് കോസ്റ്റ് പ്രൈസ് അസ്യൂം ചെയ്തതാണ് അല്ലെ. ഇപ്പൊ സെല്ലിംഗ് പ്രൈസ് എക്സ് പ്ലസ് 20% ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ അയാളുടെ വിറ്റ വിലയാണ് 7,800. സോൾവ് ചെയ്താൽ നമുക്ക് എക്സ് കിട്ടും. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സം ഓഫ് 3 consecutive odd numbers and 3 consecutive even numbers together is 231. Also the smallest odd number is 11 less than the smallest even number. What is the sum of the largest odd number and the largest even number? നോക്കിയേ, 3 consecutive odd numbersന്റെയും 3 consecutive even numbersന്റെയും കൂടെ സം 231 ആണ്. നമുക്ക് ജസ്റ്റ് odd numbers O1 O2 O3 ഇത് 3 അടുത്തടുത്തുള്ള ഓഡ് നമ്പേഴ്സ് ആണ്. അടുത്തത് E1 E2 E3 ഇത് അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് ഉള്ള ഈവൻ നമ്പേഴ്സ് ആണ് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഇതിന്റെ എല്ലാം കൂടെ സം എന്ന് പറഞ്ഞാൽ 231 ആണ്. ഇനി ഇവിടെ പറയുന്നത് സ്മോളസ്റ്റ് ഓഡ് നമ്പർ ഈസ് 11 ലെസ് ദാൻ ദ സ്മോളസ്റ്റ് ഈവൻ നമ്പർ ആണെന്ന്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം അസ്യൂം ചെയ്യാം. ഞാനിപ്പം ഓഡ് നമ്പർ അസ്യൂം ചെയ്തു. ഫസ്റ്റ് ഓഡ് നമ്പർ എക്സ് എന്ന് ഞാൻ അസ്യൂം ചെയ്തു. എങ്കിൽ അടുത്ത ഓഡ് നമ്പർ എന്തായിരിക്കും? x+2 ആയിരിക്കും അല്ലെ. അടുത്തടുത്തുള്ള ഓഡ് നമ്പേഴ്സ് ആണല്ലേ ക്വസ്റ്റിനെ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? x+2. ഇനി അടുത്ത എന്തായിരിക്കും? x+4. ഇനി ഈവൻ ഓഡ് നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താണ്? സ്മോളസ്റ്റ് ഓഡ് നമ്പർ ഈസ് 11 ലെസ് ദാൻ ദ സ്മോളസ്റ്റ് ഈവൻ നമ്പർ. ഈവൻ നമ്പറിനെക്കാട്ടി 11 കുറവാണെന്ന്. എന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചു പറയാം, ഈ ഈവൻ നമ്പർ ഈ ഓഡ് നമ്പറിനെക്കാട്ടി 11 കൂടുതലാണ് എന്നും പറയാമല്ലോ. സോ നമുക്ക് ഈ ഫസ്റ്റ് ഈവൻ നമ്പറിനെ എന്ത് എടുക്കാം? ഫസ്റ്റ് ഓഡ് നമ്പർ ആയ എക്സ് പ്ലസ് 11 ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഫസ്റ്റ് ആദ്യത്തെ ഈവൻ നമ്പർ x+11 ആണെങ്കിൽ അടുത്ത എന്തായിരിക്കും? 2 കൂടെ കൂട്ടുന്നതായിരിക്കും അല്ലെ. +2 x+11 +2 x+13. അടുത്തതോ ഒരു 2 കൂടെ കൂട്ടുന്നതായിരിക്കും x+15. ക്ലിയർ ആണ്? അപ്പൊ ഇതാണ് നമ്പേഴ്സ്. ഇനി ഇതിന്റെ എല്ലാം കൂടെ സം. സോ നമുക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും എന്നാ പറഞ്ഞേ? 231. ഇനി ഇത് സോൾവ് ചെയ്താൽ പോരായോ? നമുക്ക് എക്സ് കിട്ടും. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഏതാണോ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏതോ ഓഡ് നമ്പർ ആണെങ്കിൽ ഈവൻ നമ്പർ ആണ് നമുക്ക് കിട്ടും. സോൾവ് ചെയ്തേ.
1 2 6 അല്ലെ 6 എണ്ണം ഉണ്ട് 6x പ്ലസ് 6 പ്ലസ് 11 17 പ്ലസ് 13 പ്ലസ് 15 28 15 45 അല്ലെ 45 equal to 231. So 6x will be equal to 231 minus 45. 186. That is 6x equal to 186. So x will be equal to 31. 186 by 6 31 എന്ന് കിട്ടും. അതായത് എക്സ് നമ്മൾ അടുത്ത ഏതാ സ്മോളസ്റ്റ് ഓഡ് നമ്പർ ആണ് നമ്മൾ എടുത്തത് അല്ലെ. അപ്പൊ ഇത് 31, ഇത് 33, ഇത് 35. ഇത് ഈവൻ നമ്പർ എന്താ ഇതിനെക്കാട്ടില് 11 കൂടുതൽ അല്ലെ. 31 പ്ലസ് 11 42, ഇത് 44, ഇത് 46. ഇനി നമ്മുടെ ചോദ്യം എന്താണെന്ന് നോക്കിയേ. വാട്ട് ഈസ് ദ സം ഓഫ് ലാർജസ്റ്റ് ഓഡ് നമ്പർ ആൻഡ് ലാർജസ്റ്റ് ഈവൻ നമ്പർ. ലാർജസ്റ്റ് ഓഡ് നമ്പർ ഏതാ 35. ലാർജസ്റ്റ് ഈവൻ നമ്പർ ഏതാ 46. അതിന്റെ സം എടുക്കാൻ 81. ക്ലിയർ ആണോ? ഓപ്ഷൻ എ. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ ഓരോന്ന് അസ്യൂം ചെയ്യുന്നു, അതിനനുസരിച്ച് പറഞ്ഞതെല്ലാം എടുക്കുന്നു. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 lot of oranges with equal quantity, one costing rupees 20 per dozen and other costing rupees 30 per dozen, are mixed together and the whole lot is sold at rupees 24 per dozen. What find the profit or loss in percentage? എന്താ പറയുന്നത്, ഒരാള് ഒരു 2 തരത്തിൽ ഓറഞ്ചസ് മേടിച്ചു അല്ലെ. ഈക്വൽ ക്വാണ്ടിറ്റിയിലുള്ള 2 തരത്തിലുള്ള ഓറഞ്ചസ് മേടിച്ചു. അതായത് ഒരെണ്ണം ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണം അല്ലെ. 12 എണ്ണം 20 രൂപയ്ക്ക് മേടിച്ചു. പിന്നെ അതേപോലെ തന്നെ 12 എണ്ണം 30 രൂപയ്ക്ക് മേടിച്ചു അല്ലെ. 2 രീതിയിലാണ് മേടിച്ചത്. 20 രൂപ വിലയുള്ള ഒരു ഡസന് 20 രൂപ വിലയുള്ളത് മേടിച്ചു, 30 രൂപ വിലയുള്ളത് മേടിച്ചു. അതായത് 12 എണ്ണത്തിന് 20 രൂപ, 12 എണ്ണത്തിന് 30 രൂപ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞൂടെ, മൊത്തം കൂടെ ചേർത്താൽ 24 ഓറഞ്ചസ് അയാൾ 50 രൂപയ്ക്ക് മേടിച്ചു. ഓക്കെ എന്നുള്ള രീതി ജസ്റ്റ് നമ്മൾ നമ്പർ അസ്യൂം ചെയ്യുവാണ്. 24 എണ്ണത്തിന് 50 റുപ്പീസ്. ഇനി എങ്ങനെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു, എന്നിട്ട് എങ്ങനെ അയാൾ വിറ്റത് 24 പെർ ഡസൺ. അതായത് 12 എണ്ണം ഇത് മേടിച്ചത് ബൈ. ഇനി വിറ്റത് എങ്ങനെ 12 എണ്ണം 24 റുപ്പീസിന് അയാൾ വിറ്റു അല്ലെ. ഇവിടെ നമ്മളിപ്പോ 24 എന്നൊരു കണക്ക്. അപ്പൊ നമ്പർ എപ്പോഴും ഈക്വൽ ആയിരിക്കണം അല്ലെ. എത്ര എണ്ണം മേടിക്കുന്നു അത്ര എണ്ണം വിറ്റ്, മീൻസ് മേടിക്കുന്ന അത്രയും നമ്മൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെന്റേജ് കാണുന്ന സമയത്ത് നമ്പർ ഈക്വൽ ആയിരിക്കണം. അതായത് നമുക്ക് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും കിട്ടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് പെർസെന്റ് അല്ലെങ്കിൽ ലോസ് പെർസെന്റേജ് കാണാം. അത് എന്തായിരിക്കും നമ്പർ സെയിം. അതായത് നമ്മളിപ്പോ ഒരു സാധനം ഒരു ഓറഞ്ചിന്റെ കോസ്റ്റ് പ്രൈസും ഓറഞ്ചിന്റെ സെല്ലിംഗ് പ്രൈസും ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ 2 ഓറഞ്ചിന്റെ വിലയാണെങ്കിൽ 2 ഓറഞ്ചിന്റെ സെല്ലിംഗ് പ്രൈസ്. എണ്ണം എപ്പോഴും ഒരുപോലെ ആയിരിക്കണം. അപ്പൊ ഇവിടെ 24 എണ്ണം മേടിച്ചതിന്റെ വില 50 എന്ന് പറഞ്ഞു. 12 എണ്ണം 24 രൂപയ്ക്ക് വിറ്റു. അപ്പൊ നമുക്ക് 24 എണ്ണം കണ്ടുപിടിച്ചുകൂടാ. 24 എണ്ണം എത്ര 48 റുപ്പീസിന് വിറ്റു. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് നോക്കിയേ, ഇവിടെ 24 ഓറഞ്ചസ് അയാൾ 50 റുപ്പീസിന് മേടിച്ചു. 24 ഓറഞ്ചസ് 48 റുപ്പീസിന് വിറ്റു എന്ന് പറഞ്ഞാൽ ഇത് ഇയാളുടെ കോസ്റ്റ് പ്രൈസ്, ഇത് ഇയാളുടെ സെല്ലിംഗ് പ്രൈസ്. നോക്കിയേ, നമ്മുടെ ഓപ്ഷൻ കിടക്കുന്നുണ്ട്. പ്രോഫിറ്റ് പെർസെന്റേജ് കാണാനാ ഓപ്ഷൻ കിടക്കുന്നുണ്ടോ. പ്രോഫിറ്റ് ഉണ്ട്, ലോസ് ഉണ്ട്, പ്രോഫിറ്റ് ലോസ് അങ്ങനെ മിക്സ് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കി 50 രൂപയ്ക്ക് മേടിച്ചു, 48 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ അവിടെ ലോസ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ ലോസ് പെർസെന്റേജ് ആണ് കാണേണ്ടത്. ലോസ് പെർസെന്റേജ് എന്താ? ലോസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ബൈ താഴെ എന്താ ബേസ് ആയിട്ട് എപ്പോഴും കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. എന്ത് വരും? 2/50 ഇൻറ്റു 100. ഓക്കെ ആണല്ലോ. 25 കട്ട് ചെയ്താൽ 4, അതായത് 4% ലോസ്. അത് മറക്കരുത്, 4% ലോസ്. കണ്ടോ, 2 ഓപ്ഷനും കിടപ്പുണ്ട്, അത് ശ്രദ്ധിച്ചോണം. 4% ലോസ് ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The price of an article A increases by ₹40 every year, while the price of an article B increases by 15 every year. ₹15 every year. If in 2015 the price of the article A was ₹420
and that of article B was rupees 630, then in which year the article A will cost 40 more than article B? Question clear ആണോ? ഒരു ആർട്ടിക്കിൾ എ അതിന്റെ പ്രൈസ് ഓരോ വർഷവും 40 rupees വെച്ച് കൂടും. മറ്റൊരു ആർട്ടിക്കിൾ ബി എന്ന് പറയുന്നത് ഓരോ വർഷവും 15 rupees വെച്ച് കൂടും. ഇൻ 2015 ആർട്ടിക്കിൾ എയുടെ പ്രൈസ് 420, ആർട്ടിക്കിൾ ബിയുടെ പ്രൈസ് 630. അങ്ങനെയാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ആർട്ടിക്കിൾ എയുടെ പ്രൈസ് 40 മോർ ദാൻ ആർട്ടിക്കിൾ ബി ആവുന്നതെന്ന്? അപ്പൊ ഇവിടെ വർഷമാണ് തന്നേക്കുന്നത്. അപ്പൊ നമുക്കറിയാം 2015 പ്രൈസ് തന്നിട്ടുണ്ട്, എത്ര വർഷം കഴിഞ്ഞിട്ടാണ് എന്ന് കണ്ടുപിടിച്ചാൽ പറയാം. അപ്പൊ അത് കൂട്ടി നമുക്ക് വർഷം ഏതാന്ന് പറയാം. അപ്പൊ ഞാൻ പറയുക ലെറ്റ് ആഫ്റ്റർ എക്സ് ഇയേഴ്സ്, എക്സ് വർഷങ്ങൾക്ക് ശേഷമാണ് എന്ത് വരുന്നത്, എയുടെ പ്രൈസ് 40 മോർ ദാൻ ബിയുടെ പ്രൈസ് ആവുന്നതെന്ന് ഞാൻ അങ്ങ് അസ്യൂം ചെയ്യുന്നു. മനസ്സിലായോ? എക്സ് വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ നോക്കിയേ, എയുടെ ഇപ്പോഴത്തെ പ്രൈസ് എത്ര? 420. എക്സ് വർഷങ്ങൾ കഴിയുമ്പോൾ അതിന്റെ പ്രൈസ് എന്താവും? ഓരോ വർഷവും 40 rupees വെച്ച് കൂടുക. അപ്പൊ എക്സ് വർഷങ്ങൾ കഴിയുമ്പോൾ 40x rupees കൂടി അല്ലെ? 420 + 40x കൂടി. ഇതാണ് എയുടെ പ്രൈസ്. ഇനി ബിയുടെ പ്രൈസോ? ബിയുടെ പ്രൈസ് എന്ന് വെച്ചാൽ 630 ആയിരുന്നു. ഇനി എക്സ് വർഷങ്ങൾ കഴിയുമ്പോഴോ? ഓരോ വർഷം കഴിയുമ്പോഴും 15 rupees വെച്ച് കൂടും. അപ്പൊ 630 + 15x ആണ് എന്തിന്റെ പ്രൈസ്? ബിയുടെ പ്രൈസ്. അപ്പൊ ആഫ്റ്റർ എക്സ് ഇയേഴ്സ് ഇത് തമ്മിലുള്ള റിലേഷൻ എന്താ പറഞ്ഞത്? എയുടെയും എ എന്ന് പറയുന്നത് 40 മോർ ദാൻ ബി ആണ്. അപ്പൊ എ എന്ന് പറയുന്നത് 40 മോർ ദാൻ ബി. ക്ലിയർ അല്ലേ? ഇത് സോൾവ് ചെയ്താൽ എക്സ് കിട്ടത്തില്ലേ? നോക്കാം. 420 + 40x = 670 + 15x. എക്സ് എല്ലാം ഒരു സൈഡിൽ വന്നാൽ 40x - 15x will be equal to 670 - 420, 250. 25x = 250. That is x will be equal to 250/25, 10 years എന്ന് കിട്ടും. ക്ലിയർ ആണോ? അതായത് 10 വർഷം കഴിയുമ്പോഴാണ് ഈ പറഞ്ഞ റിലേഷൻ വരുന്നത്. അതായത് അപ്പൊ നമ്മുടെ ആൻസർ എന്ത് പറയണം? 2015 തുടക്കം പറഞ്ഞത്, 10 വർഷം കഴിയുക 2025. ഓപ്ഷൻ സി. ക്ലിയർ ആണോ? പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇട്ട് നോക്കാം. അതായത് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെ. പക്ഷെ അതൊക്കെ ഇപ്പൊ ഓപ്ഷൻ ഇവിടെ സിയിലാണ് നമുക്ക് ആൻസർ. അപ്പൊ 3 എണ്ണമൊക്കെ ചെയ്യണം. അതിലെളുപ്പം ഇത് തന്നെയാണ്. വേണമെങ്കിൽ അതായത് ഇപ്പൊ എത്ര ഗ്യാപ്പ് ആണെന്ന് നോക്കുക, അത്രയും വർഷം കഴിയുമ്പോൾ ഇതേപോലെ 40 മോർ ആയോ എന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഇത് അടുത്ത വർഷം എടുക്കുന്നു, ആ ഒരു ഗ്യാപ്പിൽ ഇത് ഈ പറയുന്ന റിലേഷൻ ആയോ നമുക്ക് നോക്കാം. അങ്ങനെ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടേം ഇൻ ദ അരിത്തമെറ്റിക് സീരീസ് ഓഫ് 100 terms is 7. 100 terms ഉള്ള ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ഫസ്റ്റ് ടേം 7 ആണ്. If the last term is 205, then what is the 71st term of this series? Clear ആണോ? ഫസ്റ്റ് ടേം A1 എന്ന് പറയുന്നത് 7 ആണ്. Then ലാസ്റ്റ് ടേം എന്നാൽ A100 അല്ലെ? A100 എന്ന് പറയുന്നത് എന്താണ്? 205 ആണ്. അങ്ങനെയാണെങ്കിൽ 71st ടേം അതായത് A71. നമുക്കറിയാം AN എന്ന് പറഞ്ഞാൽ എന്താണ്? A + n - 1 × D ആണ് അല്ലെ? സോ 71st ടേം എന്ന് പറഞ്ഞാൽ A + 70 × D. അപ്പൊ A നമുക്കുണ്ട്. ഏതാ ഫസ്റ്റ് ടേം? A എന്ന് പറഞ്ഞത് 7 ആണ്. ഇനി നമുക്ക് D ഇവിടെ കണ്ടുപിടിക്കണം. എന്നാൽ നമുക്കത് കിട്ടും. അതിന് ഇതിന്റെ എന്ത് ചെയ്യാം? A100 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? A + 99D = 205. സോൾവ് ചെയ്യാമല്ലോ. എയുടെ വാല്യൂ 7 അല്ലെ? 7 + 99D = 205. 99D = 205 - 7, 198. 99D = 198. D is equal to 198/99. എന്ത് വരും? 2 അല്ലെ? ഡിയുടെ വാല്യൂ, അതായത് കോമൺ ഡിഫറൻസ് 2 എന്ന് കിട്ടി. ഇനി ആ ഡിയുടെ വാല്യൂ അവിടെ ഇട്ടാൽ പോരെ? A77 കിട്ടത്തില്ലേ? A71 71st ടേം ആണ്. എയുടെ വാല്യൂ 7. 7 + 70 × 2. 7 + 140, 147. 71st ടേം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 147. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. nth ടേം എന്ന് പറഞ്ഞാൽ A + n - 1 × D. ഫസ്റ്റ് ടേം പ്ലസ് n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്, അല്ലെങ്കിൽ എത്രാമത്തെ എന്നുള്ള അർത്ഥം. അതിനേക്കാൾ -1, then D എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 400 students took a mock test.
60% of boys and 80% of girls cleared the cutoff in the test. If the total percentage of the student clearing the cutoff in the test is 65%, then how many girls appeared in the test? Okay, 400 students ഒരു മോക്ക് ടെസ്റ്റിൽ അപ്പിയർ ചെയ്തു. അതിൽ ബോയ്സിലെ 60%ഉം ഗേൾസിന്റെ 80%ഉം എന്ത് ചെയ്തു? കട്ട് ഓഫ് അതായത് പാസ്സായി. ടോട്ടൽ പെർസെന്റേജ് സ്റ്റുഡന്റ് ക്ലിയറിംഗ് ദ കട്ട് ഓഫ് എന്ന് പറയുന്നത് 65% ആണ് എങ്കിൽ എന്താണ്? ഗേൾസിന്റെ എണ്ണമാണ് ചോദിക്കുന്നത്. ഇപ്പൊ ടോട്ടൽ 400 ഉണ്ടെങ്കിൽ നമുക്ക് എക്സ് ഗേൾസ് എന്നും 400 മൈനസ് എക്സ് ബോയ്സ് എന്നും നമുക്ക് അസ്യൂം ചെയ്യാം. ക്ലിയർ ആണോ? എക്സ് ഗേൾസ് എന്നും 400 മൈനസ് എക്സ് ബോയ്സും ഉണ്ടെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എത്ര ഗേൾസ്, ഈ എക്സ് ഗേൾസിൽ എത്ര പേര് പാസ്സായത്? 80% ഓഫ് എക്സ് അല്ലെ? 80% ഓഫ് എക്സ് പാസ്സായി. ഇനി ബോയ്സിലെയോ? ബോയ്സിന്റെ എണ്ണത്തിന്റെ 60% പാസ്സായി. അതായത് 60% ഓഫ് 400 മൈനസ് എക്സ്, ഇത്രയും ബോയ്സും പാസ്സായി. ഇതാണ് ക്ലാസ്സിലെ പാസ്സായവരുടെ എണ്ണം അല്ലെ? ഇത്രയും ഗേൾസ് പാസ്സായി, ഇത്രയും ബോയ്സും പാസ്സായി. ഇതാണ് ക്ലാസ്സിലെ പാസ്സായവരുടെ എണ്ണം. ഇനി ആ പാസ് പെർസെന്റേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? എത്ര പേര് പാസ്സായി ബൈ ടോട്ടൽ ഇൻറ്റു 100 ആണ് പാസ് പെർസെന്റേജ് അല്ലെ? അത് നമുക്ക് തന്നിട്ടുണ്ട്, 65% തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഇതാണ് ടോട്ടൽ പാസ്സായവർ അല്ലെ? പാസ്സായ സ്റ്റുഡൻസ് ഇത്രയാണ് ബൈ ടോട്ടൽ സ്റ്റുഡൻസ് എത്ര? 400 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 65 കിട്ടണം അല്ലെ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് 65 കിട്ടണം. 65. ഇനി ഇത് സോൾവ് ചെയ്താൽ പോരെ? എക്സ് കിട്ടത്തില്ലേ? ക്ലിയർ ആണോ? സോൾവ് ചെയ്തേ. 80% ഓഫ് എക്സ് പ്ലസ് 60% ഓഫ് 400, 60 by 100 ഇൻറ്റു 400 മൈനസ് 60% ഓഫ് എക്സ് ഈക്വൽ ടു, ഈ 4 വരുമ്പോഴത്തേക്ക് 65 ഇൻറ്റു 4, 24, 26, 260 ഈക്വൽ ടു, ഇതിവിടെ കട്ടായി 240. 80% ഓഫ് എക്സ് മൈനസ് 60%, 20%. 20% ഓഫ് എക്സ് പ്ലസ് 240 ഈക്വൽ ടു 260. 20% ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 260 മൈനസ് 240, 20 അല്ലേ? ദാറ്റ് ഈസ് 1/5 ഓഫ് എക്സ് ഈക്വൽ ടു 20. ദാറ്റ് ഈസ് x will be equal to 20 into 5, 100. ഇപ്പൊ എന്തിട്ടും എക്സിന്റെ വാല്യൂ, അത് നമ്മൾ ഗേൾസ് ആണ് ചോദിച്ചേക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഗേൾസ് തന്നെ എക്സ് എടുത്തത്. ഇനി ഇൻ കേസ് ബോയ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ 400 മൈനസ് എക്സ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ 100 ഗേൾസ് ആണ് ഉള്ളത്. ബോയ്സ് ആണെങ്കിലോ 400 മൈനസ് 100, 300 ബോയ്സും ആണ് ഉള്ളത്. അപ്പൊ ചോദിക്കുന്നത് ഗേൾസ് ആണ്. അപ്പൊ ഏത് ഓപ്ഷൻ? ഓപ്ഷൻ എ. ക്ലിയർ ആണല്ലോ? അപ്പം ഇത് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് തന്നെ എക്സ് ചെയ്താൽ അത്രയും എളുപ്പം, നമ്മൾ കൺഫ്യൂഷൻ ആവത്തില്ല, കിട്ടുന്നത് തന്നെയാണ് ആൻസർ വരുന്നത്. ഇനിയല്ല ബോയ്സ് ആണ്, ഇൻ കേസ് ബോയ്സ് ആണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാൻ മറന്നു വരുന്നത്. 2 ഓപ്ഷനെ കാണും. ഓക്കെ, പിന്നെ ഏത് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? അതേപോലെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്ക് UGC നെറ്റിന്റെ ജനറൽ പേപ്പറിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂണിലേക്കാണല്ലേ നമ്മൾ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം 60 ഡേയുടെ ഒരു ക്രാഷ് കോഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ജനറൽ പേപ്പറിലുള്ള എല്ലാ സിലബസും കവർ ചെയ്യുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ PDF നോട്ട്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസും മോക്ക് ടെസ്റ്റും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ്സുകളും എല്ലാം ഉൾപ്പെടുന്ന കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ജൂണിലേക്ക് എക്സാം എഴുതാൻ വെയിറ്റ് ചെയ്യുന്നവർ ഉടനെ തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.